നമസ്കാരം. ഈ അവസാന നിമിഷം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകാനായിട്ട് വരട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ കോടതി ഇപ്പോൾ കേജ്രിവാളിനെ സമൻസ് അയക്കുമ്പോൾ ഡൽഹിയിൽ നടക്കുന്നതാകട്ടെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയെ സംബന്ധിച്ച് രാഷ്ട്രീയ ചൂടിൻ്റെ ഉച്ചസ്ഥായിയിൽ അത് എത്തി നിൽക്കുമ്പോൾ EVMകൾ വരെ പോളിംഗ് ബൂത്തുകളിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ എല്ലാം സജ്ജമായിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു അടി ഇപ്പോൾ അതും സമൻസിൻ്റെ രൂപത്തിൽ കേജ്രിവാളിനെ തേടിയെത്തുന്നത്. രാഹുൽ ഗാന്ധി ഒരു അഴിമതിക്കാരനാണ്, ഗാന്ധി കുടുംബം മുഴുവൻ ഡൽഹിയെ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞ് കേജ്രിവാൾ അധികാരത്തിൽ കയറാൻ ഇപ്പോൾ മൂന്നാം വട്ടം ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിനായിട്ടുള്ള കുരുക്കുകൾ ഓരോന്നായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ എങ്ങനെയൊക്കെ കടന്നാക്രമിക്കാമോ അത്തരത്തിൽ വേട്ടയാടി BJP ഇപ്പോൾ തോറ്റു തുന്നം പാടിയിരിക്കുന്ന സാഹചര്യത്തിൽ വന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള നേതാവെന്ന് പോലും ഓർക്കാതെ അതേ മുന്നണിയിലെ അംഗമായിട്ടുള്ള കേജ്രിവാൾ അതും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ആ കേജ്രിവാളിനെ കോടതി പൂട്ടിക്കെട്ടുന്നത്. വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കേജ്രിവാളിനായി വീണ്ടും ഇപ്പോൾ നിയമക്കുരുക്കുകൾ ഓരോന്നായി മുറുകുകയാണ്. ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുകയാണെന്ന അവകാശവാദത്തിലാണ് അരവിന്ദ് കേജ്രിവാളിന് പിടി വീണിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹരിയാന കോടതി കേജ്രിവാളിന് സമൻസ് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഫെബ്രുവരി 17 നേരിട്ട് ഹാജരായാൽ മതി എന്നാണ് കേജ്രിവാളിന് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ വീഴ്ച വരുത്തിയാൽ നിയമം അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്നും കേജ്രിവാളിന് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. തൻ്റെ ആരോപണത്തിന് പിന്നാലെ കൃത്യമായിട്ടുള്ള കാരണം ബോധ്യപ്പെടുത്താൻ കേജ്രിവാളിനോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് അത് കൃത്യതയോടുകൂടി സമർപ്പിക്കാനും അദ്ദേഹത്തോടെ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേജ്രിവാളിൻ്റെ അവകാശവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തെളിവ് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തൻ്റെ ആരോപണങ്ങളെ ചൊല്ലിയുള്ള തർക്കം അത് രൂക്ഷമാകുന്നതിനിടെ ഡൽഹിയിൽ യമുനയിലെ ജലത്തിലെ 7 പാർട്സ് പെർ മില്യൺ എന്ന അളവിൽ അമോണിയയുടെ അളവ് അത് അപകടകരമാണ് എന്ന് കേജ്രിവാൾ അറിയിച്ചിരുന്നു. ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയോടാണ് കേജ്രിവാൾ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതും ഈ 7 ppm അമോണിയ അത് വിഷത്തിന് തുല്യമാണ് എന്നും കേജ്രിവാൾ ഇവിടെ പറയുന്നുണ്ട്. ഹരിയാനയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നദിയെ മലിനമാക്കുകയും ഡൽഹി നിവാസികളുടെ ജീവൻ അത് അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്ന തൻ്റെ ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പരസ്യമായി യമുനാ ജലം കുടിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളി പരസ്യമായി ഏറ്റെടുത്ത ഹരിയാന മുഖ്യമന്ത്രി ആകട്ടെ യമുനാ ജലം കുടിച്ച് ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല യമുനാ ജലത്തിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്നും കേജ്രിവാൾ ജീവിതകാലം മുഴുവൻ കള്ളം പറയുകയാണ് എന്നും ഹരിയാന മുഖ്യമന്ത്രി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കോടതിയുടെ സമൻസ് കൂടി കേജ്രിവാളിനെ തേടിയെത്തുമ്പോൾ തീർച്ചയായിട്ടും കേജ്രിവാളിനെ സംബന്ധിച്ച് പിടി വീഴുകയാണെന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും ഈ ഒരു സമൻസ് അത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായി തന്നെ മാറുകയും ചെയ്യും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.